നമസ്കാരം. ഭാരതത്തിൻ്റെ അഭിമാനപുത്രി, ഭാരതീയരുടെ അഭിമാന രക്തം കേണൽ സോഫിയ ഖുറൈഷി അവരുടെ വാക്കുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. സത്യത്തിൽ താൻ ചെയ്ത മഹത്തായ പ്രവൃത്തിയെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് സമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു തരത്തിൽ അഭിമാനമാണ്, മറ്റൊരു തരത്തിൽ അത് ദുരഭിമാനമാണ്. കാരണം മറ്റുള്ളവർ അറിഞ്ഞു കൊടുക്കേണ്ട പദവിയാണത്, അറിഞ്ഞു കൊടുക്കേണ്ട ബഹുമാനമാണത്, അറിഞ്ഞു കൊടുക്കേണ്ട അംഗീകാരമാണത്. അത് തനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്കയിൽ താൻ വിശ്വസിക്കുന്ന മതത്തിന്റെ പേരിൽ, താൻ കൂടെ കൂട്ടുന്ന ഒരു സമുദായത്തിന്റെ പേരിൽ അത് ശങ്കിക്കുകയും താൻ ആരാണെന്നും താൻ ചെയ്ത മഹത്തായ പ്രവൃത്തി എന്താണെന്നും ആവർത്തിച്ചു പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് ആവർത്തിച്ചു വിളിച്ചു പറയേണ്ട കാര്യം ഇത്തരത്തിൽ ഒരു ധീര വനിതയെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരം തന്നെയാണ്. പക്ഷേ അതിനവരുടെ ആത്മാഭിമാനത്തിന്റെ ഒരു ധ്വനിയുണ്ട്. ആ ധ്വനി വളരെ മഹത്തായതാണ്, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ്, ലോകം മുഴുവനും കാതോർക്കുന്നതാണ് എന്ന് ആത്മാഭിമാനത്തോടുകൂടി ചിന്തിക്കാൻ നമ്മളെപ്പോലുള്ള ഓരോ ഭാരതീയനും കഴിയും എന്നുള്ളതാണ്. അതൊന്ന് കേട്ടു നോക്കുക. मुसलमान हूँ मगर पाकिस्तानी नहीं, मैं मुसलमान हूँ मगर आतंकवादी नहीं। आतंकवादियों का कोई धर्म नहीं होता, हर आतंकवादी को अपने हाथों से मारने का जिगरा रखती हूँ मैं, वो भी बिना धर्म पूछे। मैं मुसलमान हूँ। ഈ ധീര വനിതയെ കുറിച്ചാണ്, ഈ ശക്തമായ ശബ്ദത്തിനുടമയെ കുറിച്ചാണ് ഒരു മന്ത്രി, മധ്യപ്രദേശിലെ ഒരു നപുംസകം എന്ന് വിളിക്കത്തക്ക ഒരു മന്ത്രി മോശമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. ആതങ്കവാദികളുടെ, തീവ്രവാദികളുടെ സഹോദരിയാണ് കേണൽ സോഫിയ ഖുറൈഷി. അൻവർ വിജയ് ഷാ എന്ന ഒരു മന്ത്രി അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ ഭാരത ഒട്ടുക്ക് ജനരോക്ഷം ഇളവുകയാണ്. ഹൈക്കോടതി ഇടപെട്ടു, വനിതാ കമ്മീഷൻ ഇടപെട്ടു. മധ്യപ്രദേശ് ഹൈക്കോടതി എത്രയും പെട്ടെന്ന് കേസെടുക്കണമെന്നാണ് ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസെടുക്കുന്നതിന് താമസിച്ചാൽ ഇത് കോടതി അലക്ഷ്യമായി കണക്കാക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഭാരതത്തിന്റെ അന്തസ്, ഭാരതീയൻ എന്ന വികാരം കത്തിജ്വലിക്കുവാൻ അതിന് മതത്തിന്റെ അതിർവരമ്പുകളൊന്നുമില്ല എന്ന് തെളിയിച്ച ഒരു സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായ ഇന്ത്യ പാക് ആക്രമണം. ഈ ആക്രമണത്തിൽ നമ്മുടെ സേനയെ നയിച്ച ധീര വനിതയായ ഈ സോഫിയ ഖുറൈഷി നാടിന്റെ അഭിമാനമാണെന്ന് ആവർത്തിച്ച് ഓരോ മനസ്സും തുടിക്കുന്ന സന്ദർഭത്തിലാണ് ഈ തരത്തിലുള്ള തരം താഴുന്ന മ്ലേച്ഛമായ പ്രസ്താവനകളുമായി ഭരണാധികാരികൾ രംഗത്ത് വരുന്നത്. ഇത്രത്തോളം നിലവാരമില്ലാത്ത,
വകതിരിവില്ലാത്ത ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ഈ ബി ജെ പിയുടെ മന്ത്രിസഭകളിൽ സംസ്ഥാന തലങ്ങളിലൊക്കെ ഇരിക്കുന്ന മന്ത്രിമാർ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തി അവരുടെ വില കുറഞ്ഞ അവസ്ഥയെ, അവരുടെ ആ തരം താഴ്ന്ന അവസ്ഥയെ വീണ്ടും വീണ്ടും സമൂഹത്തിന്റെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ഇതിനെതിരായ വികാര വായ്പ്, ഇതിനെതിരായ പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും നമ്മുടെ കടമ തന്നെയാണ്. അതിനെ എക്കാലവും ഉയർത്തിക്കാട്ടണമെന്നും ലോക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമായി ഈ മഹദി മാറിയിട്ടുണ്ടെന്നും ഈ സോഫിയ ഖുറൈഷി എല്ലാ മതേതര വിശ്വാസികൾക്കുമുള്ള അടിയുറച്ച ആത്മവിശ്വാസമാണെന്നും ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണെന്നും നമ്മൾ ഇവിടെ പ്രത്യേകം ഓർക്കുന്നു. ഞാൻ ആ മഹദിക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു. എല്ലാവിധ ജീവിത ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ജീവിതാവസാനം വരെയും വളരെ ദേശാഭിമാനിയായ ഒരു വനിതയായി ജീവിക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.